നമസ്കാരം. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പുതിയ മന്ത്രിസഭ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരണം തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമാകുന്ന രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നേരെ ഇപ്പോൾ ചാടി വീണിരിക്കുന്നത് വി എം സുധീരനാണ്. വി എസ് സുധീരനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വി എസ് സുധീരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ്. വെള്ളാപ്പള്ളിയുമായുള്ള ഏറ്റുമുട്ടൽ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കാലഘട്ടത്തിൽ 1996, 97, 98, 99 കാലഘട്ടത്തിൽ ക്രൈമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതുതന്നെയാണ് വി എം സുധീരനും ചെയ്തുകൊണ്ടിരുന്നത്. വി എം സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി സകല അടവുകളുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങുമ്പോൾ അന്ന് മറ്റം ഫൈനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ സ്പിരിറ്റ് നടത്തിയതിൻ്റെ രേഖകൾ ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് പെട്രോളും ഡീസലും വിദേശ LTTക്ക് കൊടുത്ത് അവിടുന്ന് കള്ളനോട്ട് വെള്ളാപ്പള്ളി ഇറക്കിയതിൻ്റെ രേഖകളും ഞാൻ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. എനിക്ക് വെള്ളാപ്പള്ളി നോട്ടീസ് അയച്ചെങ്കിലും 10 കോടി രൂപ നഷ്ടപരിഹാരത്തിന് നോട്ടീസ് അയച്ചെങ്കിലും വെല്ലുവിളിച്ചിട്ടും എനിക്കെതിരെ കേസൊന്നും ഇതുവരെയായിട്ട് ഫയൽ ചെയ്തിട്ടില്ല. അതൊരു ചരിത്രം. അങ്ങനെയുള്ള വി എം സുധീരനോട് എനിക്ക് വലിയ ബഹുമാനമാണെങ്കിലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കുത്തിവീഴ്ത്താൻ വേണ്ടി പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്താൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ആരാണ്? വി എം സുധീരനാണ്. അന്നത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടാണ് വി എം സുധീരൻ വലിയ തോതിൽ മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കുകയും അവസാനം മദ്യനിരോധനം ഉണ്ടാക്കുകയും അവസാനം 29 ബാർ മാത്രമായി ചുരുങ്ങി. അത് 5 സ്റ്റാർ ഹോട്ടലുള്ള ബാറുകൾ മാത്രമേ, ബാക്കി എല്ലാ മേഖലകളിലും മദ്യനിരോധനം വന്നു. നമുക്കറിയാം അതുവഴി കേരളത്തിൽ രോഗികൾ കുറഞ്ഞു, ഹോസ്പിറ്റലിൽ ആളെ കിട്ടാതെയായി. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ബാർക്കോഴ വിവാദമുണ്ടാകുകയും അതിനെതിരെയും അന്നത്തെ KPCC പ്രസിഡൻ്റായ വി എസ് സുധീരൻ ആഞ്ഞടിക്കുകയും അങ്ങനെ കേരളത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വീഴുന്നതിൽ മുഖ്യ കാരണക്കാരനായി വി എം സുധീരൻ മാറി. നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയനൊന്നും കഴിയാത്തൊരു കാര്യം വി എസ് സുധീരനെ കൊണ്ട് കഴിഞ്ഞു. പിണറായി വിജയൻ ചെയ്തെന്താ? ഉമ്മൻചാണ്ടിയെ നേരായ വഴിക്കൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് സരിതയെ വെച്ച് അദ്ദേഹം ഉമ്മൻചാണ്ടി അവരോട് രതിവൈകൃതങ്ങൾ കാട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുകയും ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു കള്ളപ്പരാതി ഉണ്ടാക്കുകയും അങ്ങനെ അത് വലിയ പ്രചാരമുണ്ടാക്കുകയും ഒരു വലിയ ഗൂഢാലോചന ഗണേശനുമായിട്ടും സരിതയുമായിട്ടുണ്ടാക്കി അതും ആ വഴിക്കും ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിൽ അതിലപ്പുറത്തേക്ക് വി എം സുധീരൻ ഉണ്ടാക്കിയ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് തീർച്ചയായും ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത്. അത് കഴിഞ്ഞു. നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും വി എം സുധീരനോട് നമുക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാകും. കാരണം അദ്ദേഹം ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ ഭൂരിപക്ഷവും കേന്ദ്രത്തിന് വിവരം കൊടുക്കുകയും അങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവും എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വി എസ് സുധീരൻ ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കാണുകയും വളരെ വിശദമായി കേരളത്തിൽ വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിയാണെന്നും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും അത് നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വരുമെന്നും കൃത്യമായി അറിയിച്ചത്. അതൊരു സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടുകയും വി എസ് സുധീരൻ്റെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഇപ്പോഴുമുണ്ടെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. എന്തായാലും ശരി, വി എസ് സുധീരൻ്റെ ഇടപെടലാണ് ഒരു പ്രധാനമായും വി ഡി സതീശനെ അധികാരത്തിലെത്തിച്ചത് എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മൾ ഈ മദ്യനിരോധനത്തിനെതിരെ വി എം സുധീരൻ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ച ശേഷം പിന്നീട് കേരളത്തിൽ 900-ൽ ബാറുകളുണ്ടായി. അപ്പോഴൊന്നും നമ്മുടെ വി എം സുധീരനെ കണ്ടില്ല. കേരളത്തിലെ ബാറുകൾ തുറന്നു, മദ്യം അവർക്ക് ഇഷ്ടം പോലെ ഒഴുക്കി. ആ സമയത്തൊന്നും വി എം സുധീരൻ 2016 മുതൽ 21 വരെയോ 21 മുതൽ 26 വരെയോ വി എം സുധീരനെ എവിടെയും കണ്ടില്ല. ഇപ്പോൾ വി ഡി സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ കുറഞ്ഞ വീര്യമുള്ള മദ്യത്തിന് ടാക്സ് കുറച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പുറത്തു വരികയും അതേപോലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ വരികയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് വളരെ വ്യക്തമായി വി ഡി സതീശൻ പറഞ്ഞത്, ഖനനം കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചേർന്നാണ്, പ്രൈവറ്റ് സെക്ടറിനെ ഞങ്ങൾ കൊടുക്കുന്നുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതോടെ ആ കാര്യത്തിൽ നിന്ന്
വി എസ് സുധീറിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്തത് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് എന്താണ്? നമ്മൾ രംഗപ്രവേശം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. വി എസ് സുധീരൻ പറഞ്ഞ വാചകങ്ങളൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. മറിച്ച് ഇനിയും അത് സംബന്ധിച്ച് മറ്റു ചർച്ച വേണം. ചർച്ച തീർച്ചയായിട്ടും വേണം. UDF ചർച്ച വേണം, കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച വേണം. ചർച്ച അനിവാര്യമാണ്. ആ പ്രോസസ്സെല്ലാം നേരത്തെ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർഭാനുസരണം അവസരം കിട്ടുമ്പോൾ നടത്തുകയോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നു ഏറ്റവും നല്ലത്. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കേട്ടല്ലോ അതായത് ഇവിടെ മദ്യം ഒരു കാരണവശാലും ഇതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. ഇത് നേരിട്ട വി ഡി സതീശൻ വളരെ തന്ത്രശാലിയായ ഒരു നയതന്ത്രജ്ഞനായ നേതാവിൻ്റെ പാടവത്തോടെയാണ് അദ്ദേഹം നിയമസഭയിൽ നേരിട്ടത്. അദ്ദേഹം പറഞ്ഞു, ഇതിന് എത്ര ടാക്സ് വേണം നിശ്ചയിക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്, അത് ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടേ എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? നമ്മുടെ KPCC ആണ്. അതുകൊണ്ട് PCC പ്രസിഡന്റ് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ട് അതിൻ്റെ അകത്ത് തീരുമാനം എന്താണോ അതേ എനിക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതായത് നയം നടപ്പിലാക്കുന്നത് നയം ആരേതാണ്? കോൺഗ്രസിൻ്റേതാണ്. എന്നാൽ ടാക്സ് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. അങ്ങനെ അതിനെ തന്ത്രപരമായിട്ട് അദ്ദേഹം നേരിട്ടു. അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 രണ്ട് ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാകും. കേട്ടല്ലോ, ഇവിടെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഏത് പ്രശ്നങ്ങളെയും കൂളായിട്ട് കൈകാര്യം ചെയ്ത് കഴിയുന്ന ഒരു നേതാവിൻ്റെ പാടവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര കൂളായിട്ടാണ് അദ്ദേഹം ആ പ്രശ്നത്തെ നേരിട്ടത്. എന്നാൽ വി എം സുധീരനോ താൻ ഇപ്പോഴും അതിൽ ഒരു സംതൃപ്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പും പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്താനുള്ള തന്ത്രങ്ങളും മെനയുകയാണ്. എന്തിനാണ് വി എം സുധീരൻ ഇങ്ങനെ ചെയ്യുന്നൊരു? കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച് കേരളത്തെ ഇല്ലാതാക്കിയ ഒരു ഗവൺമെൻറ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീകരനായ ഒരു മനുഷ്യൻ്റെ തോന്നിവാസങ്ങൾ മാത്രം നടപ്പിലായിരുന്ന കേരളം, അവിടെ നിന്ന് ജനാധിപത്യ രീതിയിൽ ഒരു ഗവൺമെൻറ് വരികയും വി ഡി സതീശൻ എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ മാത്രം ജീവിക്കുന്ന ഒരു നേതാവ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റ് അവതരിപ്പിക്കുകയും കേരളത്തെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹം നയിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ വ്യക്തമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പിണറായി വിജയൻ 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത സ്ഥലത്ത് എനിക്ക് പോലീസ് വാഹനം വേണ്ട, ഒരു എസ്കോർട്ടും ഒരു പൈലറ്റ് വാഹനം മാത്രം മതി എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്.
ഇപ്പോൾ ഉണ്ടായൊരു വിവാദത്തിൽ പോലും അദ്ദേഹം കൃത്യമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിൽ എനിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഏത് പ്രശ്നങ്ങൾക്കും കൃത്യമായി പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു നേതാവ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വി.എൻ. സുധീരൻ ഇപ്പോൾ തലകീഴെ മറിഞ്ഞ് പ്രവർത്തിക്കുന്നത് എന്തിനാണ്? വി.എൻ. സുധീരന് എന്താണ് കിട്ടാൻ പോണത്? ചരിത്രത്തിൽ എന്നും കുത്തിത്തിരിപ്പുണ്ടാകുന്ന നിൽക്കുന്ന ഒരു നേതാവായി അദ്ദേഹത്തെ അറിയപ്പെടണോ? ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള അദ്ദേഹം മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും ഗവൺമെൻറ് അട്ടിമറിക്കാൻ സഹായിക്കുന്നതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുന്നതാണ് വി.എൻ. സുധീരന് നല്ലത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ മദ്യം ഒഴുകിയപ്പോൾ അദ്ദേഹം ഒരു സമരം നടത്താൻ പോലും കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു നിരാഹാര സത്യാഗ്രഹം ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ പിണറായി വിജയൻ പേടിക്കുമായിരുന്നു. കാരണം അത്രയും ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു നേതാവും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവുമാണ് വി.എൻ. സുധീരൻ. എന്നിട്ടും അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു സമരം പോലും മദ്യത്തിനെതിരെ, മദ്യം ഒഴുക്കുന്നതിനെതിരെ, ഇത്രയും ബാറുകൾ ഉണ്ടാക്കുന്നതിനെതിരെ അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ വി.ഡി. സതീശൻ വന്നുടൻ തന്നെ ഇത്തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ എന്താണ് ഇത്ര താല്പര്യം വി.എൻ. സുധീരന്? ചരിത്രത്തിൽ അദ്ദേഹം കുത്തിത്തിരിപ്പ് നേതാവായി അറിയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.